إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഈ പരീക്ഷണ കാലഘട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നാം ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്, നമുക്കിടയിൽ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിൽ കൂടുതൽ മരണങ്ങൾ വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ, അറിയുന്ന ആളുകൾ, നാട്ടുകാരായി നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പരസ്പരം പറഞ്ഞു പോകുന്നു, എന്തൊരു മരണമാണ്. സത്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തായി, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയ കൂട്ടത്തിലുള്ള ഒരു അടയാളമാണ് മിൻ അലാമാത്തി സ്സാഅ അൻ യദ്ഹറ മൗത്തുൽ ഫജ്അ, മരണം വ്യാപിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അലാമത്തായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മരണം നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. 40-50 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആളുകൾക്കറിയാം, എത്രയോ മാസങ്ങൾക്കിടയിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ജനാസയിൽ പങ്കെടുത്ത ആളുകൾ, മാസങ്ങൾക്ക് ശേഷം ഒരു ജനാസയിൽ പങ്കെടുത്ത ആളുകൾ, അത് മരിച്ചു എന്ന് കേട്ടാൽ കിലോമീറ്റർ യാത്ര ചെയ്തു പോയ അനുഭവമുള്ള ആളുകൾ, ഇന്ന് സ്വന്തം പരിസരത്തിലുള്ള ജനാസ സംസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ ഇന്ന് ആളുകൾക്ക് സമയം മതിയാകാത്ത രീതിയിൽ നമുക്കിടയിൽ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ആവർത്തിച്ച് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ മരണം നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊരു ഒരുക്കമാണ് നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമാണ്. വാട്സാപ്പുകൾ തുറന്നു നോക്കിയാൽ ഒരു ഫോട്ടോയും അതിന്റെ താഴത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എഴുതിയത് നാം അറിയുന്നുണ്ട്. ആ മരിച്ചുപോയ വ്യക്തി അത് അറിയുന്നില്ല. കൂട്ടത്തിൽ നാം അറിയേണ്ടതുണ്ട്, എന്റെയും നിങ്ങളുടെയും ഒരു ഫോട്ടോ
അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ വാട്സാപ്പുകളിൽ വരാൻ പോകുന്നു. അതിന്റെ ചൂടെ എഴുതി ചേർക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതും നാം അറിയുകയില്ല. അതുകൊണ്ട് മരണം വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അടുത്തത് ഞാനാണ് എന്ന് മാത്രവുമല്ല, ഏറെ ദുഃഖകരമായ ഒരു കാഴ്ച നമ്മളൊക്കെ കാണുന്നുണ്ട്. വർഷത്തിലും മാസങ്ങൾക്കിടയിൽ ഒരു മരണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശ്മശാനം എന്നുള്ളത് ഒരു ദുഃഖം തളം കെട്ടി കിടക്കുന്ന, പരസ്പരം ആരും ഒച്ചത്തിൽ സംസാരിക്കാതെ, മുഖത്തെല്ലാം വേദനയും സങ്കടവും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മുഖങ്ങളെ പള്ളിപ്പറമ്പുകൾ നമ്മൾ കണ്ടിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് മരണ വീട്ടിലാണെങ്കിൽ, മരണം വഹിച്ചു കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിലാണെങ്കിൽ, മറവ് ചെയ്യുന്ന ആ പള്ളിപ്പറമ്പിലാണെങ്കിൽ, ഈ ഒരു കാഴ്ച നിങ്ങൾ എത്ര ആളുകളുടെ മുഖത്ത് കാണും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഭാഗത്ത് മയ്യത്ത് മറവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും, മറുഭാഗത്ത് ആളുകൾ ഒച്ചത്തിൽ സംസാരിക്കുന്നു, കളികൾ പറയുന്നു, തമാശകൾ പറയുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചിരിക്കുന്നു, ആളുകളെ ചിരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും മനസ്സ് കടുത്തുപോയ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരണം പോലും നമ്മെ സ്വാധീനിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതുണ്ടാകാൻ പാടില്ല. മരണം എന്നുള്ളത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഈ കടന്നുപോയ ആളുകൾക്ക് പിന്നാലെ നീയും കടന്നു ചെല്ലേണ്ടവനാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതുള്ളത്. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ളവരാണ്. സഹോദരങ്ങളെ, ആ ഒരു ചിന്ത പോലും, ഞാനിത് പറയുന്നത് ഒരു ഹക്കാണ്. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പരിസരം ഒന്ന് വീക്ഷിച്ചു നോക്കണം. കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കണം. 19 വർഷം മുമ്പ് നമ്മുടെ പള്ളിക്കാടുകളിൽ, ഖബർസ്ഥാനുകളിൽ ഒരു വിശ്വാസിയുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ മനോഗതി എന്തായിരിക്കും, അവരുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും, അവരുടെ മുഖത്തിന്റെ ഭാവം എന്തായിരിക്കും? അതൊക്കെ ഇന്ന് മാറി. പള്ളിക്കകത്തും പുറത്തും, ഖബറിന്റെ അടുത്തും, ഗേറ്റിന്റെ പുറത്തും ആർത്തട്ടഹസിച്ചിരിക്കുന്ന ആളുകൾ, ഒറ്റത്തിൽ സംസാരിക്കുന്ന ആളുകൾ, ഇതെനിക്ക് ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നതിനിടയിലാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഉണർത്തുന്നത്. കാരണം മരണം യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജീവനുള്ള എല്ലാത്തിനും ഒരു ദിവസം മരണമുണ്ട്. ثم إنكم بعد ذلك لميتون. നിശ്ചയം അതിനുശേഷം, അഥവാ ഈ ജീവിതത്തിന് ശേഷം നിങ്ങളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് എന്ന് മാത്രമല്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മരണത്തിന് ഒരു രുചിയുണ്ട് എന്നുള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണം അത് രുചിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കുന്ന, രുചിച്ചു പരിചയമുള്ള നമുക്കറിയാം, പലതരത്തിലുള്ള അനുഭവങ്ങൾ ഭക്ഷണത്തിൽ നമുക്കുണ്ട്, അല്ലെ? ആസ്വാദനങ്ങളുണ്ട്, വെറുപ്പുകളുണ്ട്, കയ്പുകളുണ്ട്, എരിവുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. എന്ന് പറഞ്ഞാൽ മരണത്തിനും അത്തരത്തിലുള്ള ദായിഖത്തുകളുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുണ്ട്. അതൊന്നെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ആ മരണം നമുക്ക് നന്നായി ആസ്വദിക്കാൻ സാധിക്കും. അതല്ല, നമ്മൾ കഴിക്കുന്ന, കുടിക്കുന്ന പാനീയത്തിനും ഭക്ഷണത്തിനും നമുക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ചില ദുഷിച്ച അനുഭവങ്ങൾ, ആസ്വാദനങ്ങൾ മരണത്തിനുണ്ട് എന്നുള്ളതാണ് ഖുർആൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണം അത് രുചിക്കുക തന്നെ ചെയ്യും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. എന്ന് മാത്രമല്ല, സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യന്മാർക്ക് തീരെ താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ആളുകൾ മരണത്തെ ഭയക്കുന്നവരാണ്. ആ മരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒളിച്ചോടാൻ, മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ സഹോദരങ്ങളെ, നാം അറിയണം, ഖുർആനിൽ പറഞ്ഞു,
ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻ, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്നത്, ഓടാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടുമുട്ടും. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഒളിക്കുക അസാധ്യമാണ്. ഏതൊരു മരണത്തെ ഭയപ്പെടുന്നുവോ ആ മരണം നിങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടുമുട്ടും എന്ന് ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഒരു കൊട്ടാരമോ ഒരു കോട്ടയോ ഒരു അഭയമോ സഹോദരങ്ങളെ ഈ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയില്ല. ഖുർആൻ പറഞ്ഞു, ഖുൽ നബിയെ പറഞ്ഞേക്കുക, ലൻ യൻഫഉകും ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ, നബിയെ ലൻ യൻഫഉകും, അവർക്കതൊരു ഉപകാരം ചെയ്യുകയില്ല, അവരിക്കലും ഉപകാരപ്പെടുകയില്ല. ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ, നിങ്ങളുടെ വധത്തിൽ നിന്ന്, നിങ്ങൾ കൊല്ലപ്പെടുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവിക മരണം വരിക്കുന്നതിൽ നിന്ന് ആ ഓട്ടമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലൻ യൻഫഉകും, അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരം ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. സഹോദരങ്ങളെ, അത് എത്ര വലിയ ഭദ്രമായ കോട്ടക്കുള്ളിൽ ആണെങ്കിൽ പോലും ആ മരണം കണ്ടെത്തുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, അല്ലാഹു പറയാണ്, നിങ്ങൾ ശക്തമായ ഒരു കോട്ടയുണ്ടാക്കി ആ കോട്ടക്കകത്ത് നിങ്ങൾ ഒളിക്കാൻ പോയാലും ആ മരണം അവിടെ വെച്ചുകൊണ്ട് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ മരണവുമായി ബന്ധപ്പെട്ട ആയാത്തുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹാദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ആയാത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി മാ ഖുതിൽനാ ഹൗനാ, ഒരു യുദ്ധത്തിൽ പുറപ്പെട്ട മുനാഫിക്കുകളായ ആളുകളിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരണത്തിൽ നമ്മൾ വന്നു ചേരില്ലായിരുന്നു. ഖുർആൻ പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ ഈ യുദ്ധക്കളത്തിൽ വന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് മരണം വന്നെത്തിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ അറിയണം, നബിയെ പറഞ്ഞു കൊടുക്കുക, ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നെങ്കിൽ ലബറസല്ലദീന കുതിബ അലൈക്കുമുൽ ഖത്ലു ഇലാ മമാജിഇഹിം, നിങ്ങൾക്ക് വിധിക്കപ്പെട്ട മരണത്തിലേക്ക് നിങ്ങൾ വിരിപ്പിലാണെങ്കിൽ പോലും അവിടെ എഴുന്നേറ്റ് ആ മരണത്തിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ പറഞ്ഞത് എന്താ? യുദ്ധത്തിൽ വിളിയുണ്ടായി, ആ യുദ്ധത്തിൽ വന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് മരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുപോയ മുനാഫിഖുകൾക്ക് അല്ലാഹു പറയാണ്, നിങ്ങൾ ഇനി വീടുകളിലാണെങ്കിൽ പോലും നിങ്ങളുടെ കിടപ്പറയിൽ നിന്ന് നിങ്ങൾ എവിടെ വെച്ചാണോ നിങ്ങളുടെ മരണം വിധിച്ചിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദി, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കോ നിങ്ങൾക്കോ ഒരു ഭൂമിയിൽ ഒരു മണ്ണിൽ വെച്ചുകൊണ്ടാണ് മരണം വിധിക്കുന്നത് എങ്കിൽ ജഅല ലഹാ ഇലൈഹാ ഹാജ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ഥലത്തേക്ക് എന്റെയും നിങ്ങളെയും മരണം അല്ലാഹു സുബ്ഹാനഹു തആല വിധിച്ച ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ആവശ്യം, ജഅല ലഹാ ഇലൈഹാ ഹാജ, ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി തരുമെന്നാണ്. എത്ര സത്യമാണ് സഹോദരങ്ങളെ, എത്ര അനുഭവങ്ങളുടെ നമ്മുടെ മുമ്പിൽ, എത്ര വാക്കുകൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അദ്ദേഹം ഭരിക്കാനായി അങ്ങോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്റെയും നിങ്ങളെയും മരണം വിധിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ മറുനാട്ടിലാണ്, വേറൊരു നാട്ടിലാണ്, നമുക്കൊരു മരണം അല്ലാഹു സുബ്ഹാനഹു തആല വിധിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സ് വരെ ഒരാവശ്യം ആ നാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പക്ഷെ നിങ്ങൾ 50ാമത്തെ വയസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ മരിക്കാൻ വിധിച്ചൊരു നാട്ടിലേക്ക് നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാക്കി തരിക. ഒരു ആവശ്യം ഉണ്ടാക്കും, ഒരു യാത്ര പോകും. അത് ചിലപ്പോൾ കൂട്ടുകാരന്റെ കൂടെയായിരിക്കാം, ചിലപ്പോൾ കുടുംബക്കാരന്റെ കൂടെയായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ സുഹൃത്തിന്റെ ഒരു കച്ചവടത്തിന്റെ ആവശ്യത്തിനായിരിക്കാം. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി തരും. എന്തിനെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല ആ വിധിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നന്നായി നമ്മൾ കരുതിയിരിക്കേണ്ടത്, ഏറ്റവും നന്നായി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് ഈ മരണത്തെ കുറിച്ചാണ്, മരണവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നടക്കുന്നതിനെ കുറിച്ചാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. അങ്ങനെയല്ല കാര്യം. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ പൊടിച്ചു വെക്കാൻ സാധിക്കാത്തത്? അല്ലെ, ആർക്കാ മരിക്കാൻ ഇഷ്ടമുള്ളത്? പക്ഷെ അള്ളാഹു ചോദിക്കുകയാണ്, ആ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ പൊടിച്ചു വെക്കാൻ സാധിക്കാത്തത്? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഇനി നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയരല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ അള്ളാഹു വിധിച്ച ആ മരണത്തിൽ നിന്ന് ആ മരണത്തെ നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുപോവാ, അതിനൊന്ന് തിരിച്ചു പിടിക്കുക. തർജിഊനഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ആ മരണം നിങ്ങളൊന്ന് തിരിച്ചു പിടിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ മരണം നിശ്ചയിക്കപ്പെട്ട വർഷം, നിശ്ചയിക്കപ്പെട്ട മാസം, നിശ്ചയിക്കപ്പെട്ട ദിവസം, നിശ്ചയിക്കപ്പെട്ട മണിക്കൂർ, നിശ്ചയിക്കപ്പെട്ട മൈന്യൂട്ട് സെക്കൻഡ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇദാ ജാഅ അജലുഹും, ഒരാളുടെ അജ്ല് ആയുസ് അത് എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, ഒരു അണു നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അതിനെ മുന്തിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ആ സമയത്ത് മരണം സംഭവിച്ചിരിക്കും. അല്ലാഹു പറഞ്ഞു നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഖദ്ദർനാ, നാം അത് കണക്കാക്കിയതാണ്. ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിലെ മരണം എന്റേത്, നിങ്ങൾ ഓരോരുത്തരുടെ. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുക എന്ന് പറയാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ വിധിച്ച മരണമുണ്ടല്ലോ, ആ മരണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും റൂഹിനെ പഠിക്കാൻ ഒരു മലക്കിനെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കിന്റെ പേരാണ് മലക്കുൽ മൗത്ത്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആ മലക്കുകൾ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കാത്തവരാണ് മലക്കുകൾ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് കൽപ്പിക്കുന്നത്, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ നിർവഹിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയെ പറയുക, യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ മുക്കില ബിക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും മരണം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ സന്ദർഭത്തിൽ യതവഫാകും, നിങ്ങളെ മരിപ്പിച്ചിരിക്കും. തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മലക്കിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നമുക്ക് മുന്നിലോട്ടോ പിന്നിലോട്ടോ പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വമാ തദ്രി മാദാ തക്സിബു ഗദ, ഒരു മനുഷ്യനും ഒരാൾക്കും നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാളെ കൊണ്ട് പ്രവചിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ വമാ തദ്രി ബിഅയ്യി അർദിൻ തമൂത്ത്, നിങ്ങൾ ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് മരിക്കുക എന്നുള്ളത് വമാ തദ്രി, ഒരു ആത്മാവും ഒരു മനുഷ്യനും അറിയുകയില്ല ഏത് മണ്ണിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരിച്ചു പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണം അത് യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. എന്ന് മാത്രമല്ല അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല, നിഷേധിച്ച ഒരാളും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ആ മരണത്തിൽ നിന്ന് ഒരാൾ ഓടാനോ ഒളിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും കരണീയമായിട്ടുള്ളത് ആ മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. അല്ലെ, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമില്ലാത്തൊരു കാര്യം മറക്കാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യന്മാർ. അല്ലെ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് ഓർക്കാൻ അത് ഇഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം മറക്കാൻ ശ്രമിക്കുന്ന പ്രകൃതിക്കാരാണ് മനുഷ്യർ. ഇതറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അത് അടിക്കടി ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അല്ലെ, മരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അക്തിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്,
സകലമായ സുഖങ്ങളെയും തകർത്തു കളയുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ, ആ ഒരു സ്മരണ, ആ ഒരു ഓർമ്മ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിലും, നമുക്ക് സ്മരിക്കാൻ ഇഷ്ടമില്ലെങ്കിലും, നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതെങ്കിലും സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം ഉണർത്തിക്കൊണ്ടിരിക്കണം. മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം, അതിൽ നിന്നൊരിക്കലും ഒരാൾക്ക് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ്. അത്ഭുതം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്തൊരു മരണമാണ് എന്ന് അത്ര പ്രാവശ്യമായി നമ്മൾ പറയുന്നു, അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അടുത്ത നമ്പർ എന്റേതായിരിക്കാം, നിങ്ങളേതായിരിക്കാം. അതുകൊണ്ട് ഏറ്റവും നന്നായി ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക. അത്തരത്തിലുള്ള നല്ല വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളെ, യഥാർത്ഥത്തിൽ ആരാണ് ബുദ്ധിമാൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ബുദ്ധിമാൻ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു ഉമർ പറയുകയാണ്, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാരി, ആ സന്ദർഭത്തിൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു. ثم قال, എന്നിട്ട് അൻസാരിയായ സഹാബി റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, നബിയെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശ്രേഷ്ഠൻ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖൻ, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയാണ്. നിങ്ങളുടെ സ്വഭാവം, ആരെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളത്, അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അൻസാരിയായ സഹാബി നബിയോട് ചോദിച്ചു, ഖാല അയ്യുൽ മുഅ്മിനീന അഖിയസ്, നബിയെ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അഖിയസ് അഥവാ ബുദ്ധിയുള്ളവനാരാണ്? സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം നമുക്കിടയിൽ ചോദിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള മറുപടി നമുക്കുണ്ടാകും, അല്ലെ? ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഓ ഭയങ്കര ബുദ്ധിമാനാണ്, അല്ലെ, ഓ ഭയങ്കര പഠിപ്പിച്ചാണ്. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ അഗ്രഗണ്യന്മാരായ ചില ആളുകളെ കുറിച്ച് പറയും, അവൻ വലിയ ബുദ്ധിമാനാണ്, കാരണം അവന്റെ കച്ചവടം അങ്ങനെയാണ്. അതേപോലെ തന്നെ ചില ജോലി, ചില കളി, പല രംഗത്തും പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരിയായ സഹാബി ചോദിക്കുകയാണ്, നബിയെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാനാരാണ്? അന്നേരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അക്തറുഹും ലിൽ മൗതി ദിക്റ, നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാനാരാണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ദിക്ർ അത് വർദ്ധിപ്പിക്കുന്നവൻ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്, പറഞ്ഞാൽ ഈ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഏറ്റവും നന്നായി ഒരുങ്ങുന്നവൻ, അവനാണ് ബുദ്ധിമാൻ. സഹോദരങ്ങളെ, ഇത് ഞാൻ എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി മരണത്തെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു തർക്കവുമില്ലാത്ത ഈ മരണമെന്ന യാഥാർത്ഥ്യം, ആ മരണത്തിന് ശേഷം എനിക്ക് വരാനിരിക്കുന്ന രണ്ട് ജീവിതങ്ങൾ, അല്ലെ? ബർസഖിൽ ഒരു ജീവിതമുണ്ട്, ഖിയാമത്ത് വരെ. അതിനുശേഷം ഖിയാമത്തിൽ ഒരു വഖൂഫുണ്ട്, വർഷങ്ങളോളം. അവിടുന്ന് രണ്ടായി നമ്മൾ വേർതിരിപ്പിക്കപ്പെടും, ഒന്ന് നരകത്തിലേക്കും ഒന്ന് സ്വർഗത്തിലേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അഹ്ലികാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പക്ഷെ സഹോദരങ്ങളെ, അതിനുവേണ്ടി ഒരുങ്ങുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നൊരു സത്യം നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഈ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഏറ്റവും നന്നായി മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഓ മന്ദബുദ്ധിനാണ്, ഓനക്കൊരു കാഴ്ചപ്പാടില്ലാത്തവനെന്ന, ഓനക്കൊരു ദുര്യാവിനെ കുറിച്ചും ഒന്നും അറിയാത്തവനെന്ന. എന്തൊരു ജീവിതമാണ് അവന്റേതാണ്. കാരണം ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ അല്പം മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, പരലോക ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച്, ദുനിയാവിന്റെ കൂടുതൽ ആശകളും ആർത്തിയുമില്ലാതെ അല്പം ഒതുങ്ങി വിവാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്ന, അല്ലെ, അല്പം സാഹിദായി ജീവിക്കുന്ന ആളുകളോട് നമ്മളെ കാഴ്ചപ്പാടുന്ന ഒരു മന്ദബുദ്ധിന. എന്താ ഈ ദുനിയാവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവൻ എങ്കിൽ നാം അറിയണം, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ അവൻ ബുദ്ധിമാനാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, മരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ്, ഇസ്തക്തിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണമെന്നുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. കാരണം ഫഇന്നഹു മാ ദകറഹു അഹദുൻ ഫീ ദീഖിൻ ഇല്ലാ വസ്സഅഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കുടുസത അനുഭവിക്കുന്ന ഒരു ദീഖായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് വിശാലത നൽകുമെന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത് തന്നെ പ്രയാസമുണ്ടായാലും ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ, അത് സഹോദരങ്ങളെ ഭൗതികമായി എന്ത് തന്നെ വിഷയങ്ങളാകട്ടെ, അവന്റെ റിസ്കുമായി ബന്ധപ്പെട്ട്, അവന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അവന്റെ സുഖങ്ങളുമായി സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അവന്റെ ശാരീരികമായ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് എന്തു തന്നെ ആയിക്കോട്ടെ, അതിന് എത്ര പ്രയാസമുണ്ടെങ്കിലും ആ സന്ദർഭത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവന് വിശാലത നൽകുമെന്നാണ്. കാരണം എന്താ? എന്ത് പ്രയാസമുണ്ടായാലും ഞാൻ മരിച്ചു പോകേണ്ടവനാണ്, ഇതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ ദകറഹു ഫീ സഅതി, ഒരു സന്തോഷത്തിന്റെ ഘട്ടത്തിലാണ് ഒരാൾക്ക് ഈ മരണത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കാൻ സാധിക്കുന്നത് എങ്കിൽ ഇല്ലാ വയ്യഖഹ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഞെരുക്കമാക്കി കളയുമെന്ന് പറഞ്ഞാൽ, നല്ലോണം സന്തോഷിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം, എത്ര കളിച്ചാലും, എത്ര മതിമറന്നാലും, എത്ര അത്യാഗ്രഹത്തോടുകൂടി ഈ ദുനിയാവിന്റെ പിന്നാലെ നടന്നാലും, എല്ലാത്തിനും ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു മരണം എന്നിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത ആ സന്ദർഭത്തിൽ ഉണ്ടായാൽ സഹോദരങ്ങളെ കൂടുതലായി ആരും സന്തോഷിക്കുകയില്ല, അല്ലെ? ഇന്ന് പ്രത്യേകിച്ച് യുവാക്കളുടെയും യുവതികളുടെയും ജീവിതം, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നിഅമത്തായി, ഒരു അനുഗ്രഹമായി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി തരുന്ന ഒരു കല്യാണം എന്നുള്ള ഒരു ഇബാദത്ത്, അല്ലെ? അൻ-നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. ആ നിഅമത്തിനെ പോലും സഹോദരങ്ങളെ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ എന്തുമാത്രം തോന്നിയാസങ്ങളാണ് ആ കാര്യത്തിൽ ചെയ്തു കൂട്ടുന്നത്. പലപ്പോഴും മാറി നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇവർക്കൊന്നും മരണമില്ലേ, ഇവർക്കൊന്നും മരിക്കേണ്ടതില്ലേ, എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഉമ്മത്തിന്റെ ജീവിതം കണ്ടാൽ മാറി നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. മരിച്ചു പോകേണ്ടേ, എന്തൊരു ജീവിതമാണിത്, എന്തൊരു ആഹ്ലാദം പ്രകടിപ്പിക്കലാണിത്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിലുള്ള നമ്മുടെ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ ഒതുക്കി നിർത്താൻ, നമ്മളൊന്ന് തളച്ചിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് അൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അദ്ദേഹം പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസതി. ബറാ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു ജനാസയിലാണ്, ഒരു മയ്യത്ത് മറമാടൽ ചടങ്ങിലാണ്. ഫജലസ അലാ ഷഫീരിൽ ഖബർ, അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് മറവ ചെയ്യുന്ന ആ ഖബറിന്റെ അടുത്ത്, ആ ഖബറിനോട് ചേർന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു. ബറാ റളിയല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫബകാ ഹത്താ ബല്ലത് തറാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന താഴെയുള്ള മണ്ണ്
നനയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നതായി കണ്ടു. എന്നിട്ട് തല ഉയർത്തി സഹാബത്തിനെ നോക്കി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിത്ലി ഹാദാ ഫഅഇദു, ലിമിത്ലി ഹാദാ ഫഅഇദു. അള്ളാഹുവിന്റെ റസൂൽ ഖബർ നോക്കി തന്റെ താഴത്തുള്ള മണ്ണ് അത് നനയുവോളം കരഞ്ഞ് തലയുയർത്തി സഹാബത്തിനെ നോക്കി പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിത്ലി ഹാദാ, ലിമിത്ലി ഹാദാ, ഇതാ ഇതുപോലത്തത് എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഫഅഇദു, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഇതിൽ നിന്ന് നിങ്ങൾ ഒരാളും രക്ഷപ്പെടുകയില്ല. ഫഅഇദു, ഇതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങിയത്? ആരുടെ സഹോദരങ്ങളെ? ആവർത്തിച്ചു പറയട്ടെ, നമുക്കിടയിലുണ്ടായ മരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കുടുംബക്കാരുടെ, നമ്മുടെ കളിക്കൂട്ടുകാരുടെ, നമ്മുടെ നാട്ടുകാരുടെ ഏതെങ്കിലും ഒരു മരണം നമ്മളെ കുറിച്ച്, നമ്മൾ മരിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ആദ്യത്തെ സൂചിപ്പിച്ചതുപോലെ ഖബർസ്ഥാനത്തിൽ ബഹളം ഉണ്ടാകുമായിരുന്നില്ല. ഖബർസ്ഥാനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യില്ലായിരുന്നു. എല്ലാവരും നിശബ്ദരായി പ്രാർത്ഥനയിൽ മുഴുകി ആ മറവ് ചെയ്ത സഹോദരന് വേണ്ടി നിരന്തരമായി കണ്ണുകളിൽ കണ്ണീര് വളർത്തി നമ്മൾ കരയുമായിരുന്നു. ഇല്ല സഹോദരങ്ങളെ, മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും വിരലിലെന്ന ആളുകൾ മാത്രം ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഭൂരിപക്ഷം ആളുകളും മാറി നിന്ന് സംസാരിക്കുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടായത് മരണം നമ്മളെ സ്വാധീനിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഈ വസിയത്ത്, റസൂലിന്റെ ഈ വസിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതുപോലെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മളോട് പറയണം, ഇതുപോലെ അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ളത്. സഹോദരങ്ങളെ, അത്ഭുതം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. മരണം അത് ഇനിയും നടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ മിൻ അലാമാത്തി സ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളമായി പെട്ടെന്നുള്ള മരണം നമുക്കിടയിൽ വ്യാപിക്കും. അത് ഒരു വേള അടുത്ത നിമിഷം ഞാനായിരിക്കാം, അതല്ലെങ്കിൽ അടുത്ത നിമിഷം നിങ്ങളായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തുണ്ട് നമ്മുടെ കയ്യിൽ? അള്ളാഹുവിന്റെ മലക്ക് മൗത്ത് പിടിക്കാൻ നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ മലക്കിലേക്ക് നമ്മുടെ മൗത്തിനെ തിരിച്ചേൽപ്പിച്ച്, നമ്മുടെ റൂഹിനെ തിരിച്ചേൽപ്പിച്ച് അള്ളാഹുവിലേക്ക് യാത്രയായാൽ എന്റെ കയ്യിൽ പാതേയമായി എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ, സഹോദരിമാരെ ആലോചിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ഉപദേശം, അക്തിറു ദിക്ര ഹാദിമിൽ ലദ്ദാത് അൽ മൗത്ത്, സകലമാന സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ധാരാളക്കണക്കിന് പുതുക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഏറ്റവും നന്നായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ഏറ്റവും നന്നായി മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അള്ളാഹുവെ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം അള്ളാഹുവെ. അള്ളാഹുവെ, അവരോട് നീ കനിവ് കാണിക്കണം അള്ളാഹുവെ. അള്ളാഹുവെ, ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ, അവരുടെ എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.